എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബ്രെഡ് വെച്ച് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ബ്രെഡ് ബോക്സ് ആണ്. വളരെ എളുപ്പത്തിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ ഉള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വലിയ ജീരകം അഥവാ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി ആദ്യം തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വലിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് അതുകൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും കൂടി ഇട്ടതിന് ശേഷം പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ ചിക്കൻ പീസുകളാണ്, എല്ലില്ലാത്തത്, പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കിത് വേവിച്ചെടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ചിക്കൻ കഷ്ണങ്ങൾ നന്നായിട്ട് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഒന്ന് പൊടിയായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് ഒന്ന് ഉടച്ചിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്. ഇനി ഇതെങ്ങനെയാണ് ബോക്സൊക്കെ എടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1/4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു കുഴമ്പ് പോലെ ഒരു പേസ്റ്റാക്കി എടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം മൈദ എടുത്താലും മതി. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കട്ടിയിലും അല്ല ഒരുപാട് ലൂസിലും അല്ലാത്ത രീതിയിൽ മാവ് തയ്യാറാക്കുക. ഇനി നമ്മൾ ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പൊട്ടാറ്റോ മസാല ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നിരത്തി കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് കുറച്ച് ചീസും കൂടെ നിരത്തി കൊടുക്കുന്നുണ്ട്. മറ്റൊരു ബ്രെഡ് വെച്ചിട്ട് അത് മൂടിയതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പുകളിൽ കട്ട് ചെയ്തെടുക്കാം. സ്ക്വയർ കഷ്ണങ്ങളായിട്ടോ ട്രയാങ്കിളായിട്ടോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തൊരു ബോക്സിൻ്റെ പോലെ ഒന്ന് കട്ട് ചെയ്യാം ആദ്യം. അതിനുശേഷം നമുക്ക് ട്രയാങ്കിളായിട്ടും ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈസിയാണ് ഫ്രൈ ചെയ്തെടുക്കാനും. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതാക്കാവുന്നതാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ബ്രെഡ് മുക്കിയതിന് ശേഷം കുറച്ച് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത് വാങ്ങിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ബ്രെഡ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി, ബ്രെഡ് ക്രംസ് കിട്ടും. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ബോക്സുകൾ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ കോട്ടിങ് ചെയ്ത് ഇത് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ എണ്ണ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല, നല്ലൊരു കോട്ടിങ്ങും കിട്ടും. ചെറുതീയിലിട്ട് 2 സൈഡ് നന്നായിട്ട് മുരിച്ചെടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ബോക്സിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളിതിന് മുൻപ് ഇഫ്താർ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടെ കണ്ടു നോക്കണം. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്